GVP ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന വീഡിയോകൾ എല്ലാവർക്കും അറിയാം. അസ്ട്രോളജി, പാമിസ്ട്രി, അതുപോലെ ലക്ഷണശാസ്ത്രം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടുണ്ട്. യോഗ ചെയ്യുന്ന വീഡിയോയെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്ലേലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് പതിവ് വീഡിയോകൾക്ക് വ്യത്യസ്തമായി നമ്മൾ പഴയൊരു പ്ലേലിസ്റ്റ് വീണ്ടും ആരംഭിക്കുകയാണ്. മുടങ്ങിക്കിടക്കുന്ന പ്ലേലിസ്റ്റാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ്. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോയിൽ കാണാത്തവർ 1 മുതലുള്ള സീരീസ് കാണണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ്, പക്ഷേ അതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ ഒരു ബിഗിനർക്ക് അറിയില്ല. ആദ്യമായിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് അത് അറിയില്ല. അപ്പോൾ ഇവിടെ അതേപ്പറ്റി പറയാൻ പോകുന്ന ഇതാണ്. നമ്മൾ പഠിക്കുന്നൊരു വാക്കാണ് മൈൻഡ്. മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എന്നാണ് നമുക്കറിയാം. ഇംഗ്ലീഷിൽ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്. മൈൻഡ് എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ വേറൊരു ഉപയോഗം കൂടിയുണ്ട്. അതായത് അയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല, അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ മൈൻഡിൻ്റെ സ്പെല്ലിങ്ങും ഈ മൈൻഡിൻ്റെ സ്പെല്ലിങ്ങും ഒന്ന് തന്നെയാണ്. അതായത് മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ്. അയാൾ എന്നെ ശ്രദ്ധിച്ചില്ല, ഇയാൾ എന്നെ ശ്രദ്ധിച്ചില്ല, അവൾ എന്നെ ശ്രദ്ധിച്ചില്ല, അതിന് മൈൻഡ് ചെയ്തില്ല എന്ന് നമ്മൾ പറയും. അപ്പം മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാണ്. മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ്. ശ്രദ്ധിച്ചില്ല എന്നല്ല കേട്ടോ, അത് നെഗറ്റീവ് ഫോമിലാണ് വരുന്നത്. അതായത് ഇല്ല എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ ഇത് മൈൻഡ് ചെയ്തില്ല എന്നല്ല, മൈൻഡിൻ്റെ അർത്ഥം മൈൻഡ് ചെയ്യുക എന്ന അർത്ഥത്തിൽ ശ്രദ്ധിക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ സൂക്ഷിക്കുക എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ ഒരു വാക്കിന് 3 അർത്ഥമാണുള്ളത്. ഒന്ന്, സ്ട്രെസ് ചെയ്ത് ഉപയോഗിക്കുമ്പം അർത്ഥം മാറുന്നു, അതായത് വാക്കുകൾ ഊന്നി പറയുമ്പോൾ അർത്ഥം മാറുന്നു. രണ്ടാമത്, വാക്കുകൾ ഉപയോഗിക്കുന്ന സന്ദർഭം മാറുമ്പോഴും അർത്ഥം മാറുന്നു. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് കുറേയധികം വാക്കുകൾ, കുറേയധികം ഫ്രേസസ് നമുക്ക് പഠിച്ചു വെക്കാം. തൽക്കാലത്തേക്ക് ഒരു മരുന്ന്, ഒരു വെടിക്കുള്ള മരുന്ന് നമ്മുടെ കൈവശം സൂക്ഷിച്ചു വെക്കാം. എങ്ങനെ? മൈൻഡ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് ഉപയോഗിച്ച് ആയിരക്കണക്കിന് വാക്കുകൾ നമുക്ക് ഇന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്ന വാക്കിതാണ്, ലെറ്റ്സ് മൈൻഡ് അവർ ബിസിനസ്. ലെറ്റ്സ് മൈൻഡ് അവർ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണി നോക്കാം. അതായത് ഇപ്പോൾ 2 പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ ഒരു ചെറിയ സംഭവം, ഒരു വാക്കുകാർക്കോ വഴക്കുണ്ടാവുന്നത് കണ്ടു. കുറച്ച് നേരം അവിടെ പോയി നിന്ന് കണ്ടു. കുറച്ച് കഴിഞ്ഞ് സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ പറയാണ്, ലെറ്റ്സ് മൈൻഡ് അവർ ബിസിനസ്, നമുക്ക് നമ്മുടെ പണി നോക്കാം. അതുപോലെ തന്നെ 2 പേര് ഒരു കാര്യം തിരക്കുകയാണ്. അതിനിടയ്ക്ക് 3ാമത് ഒരുത്തം വന്ന് വെറുതെ നുണകളും കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി കേട്ടപ്പം ബോറായി, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ അവനെ ഇട്ടേച്ച് പോകുന്നു. ലെറ്റ്സ് മൈൻഡ് അവർ ബിസിനസ്, നമുക്ക് നമ്മുടെ പണി നോക്കാം, നമുക്ക് നമ്മുടെ പണി നോക്കാം. എന്നുള്ളതില്ല, ഞാൻ ആ ശൈലിക്ക് ചേർത്തതേ ഉള്ളൂ. സത്യത്തിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് നമ്മുടെ പണി നോക്കാം. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക എന്തിനാ എന്ന് പറയുന്ന വാക്കാണ് ലെറ്റ്സ് മൈൻഡ് അവർ ബിസിനസ്. കാണാതെ പഠിച്ചു വെക്കേണ്ട വാക്കാണ്. ദിസ് നൈഫ് ഈസ് ഷാർപ്പ്, മൈൻഡ് യു ഡോണ്ട് കട്ട് യുവർ സെൽഫ്. അതായത് ഈ കത്തി മൂർച്ചയുള്ളതാണ്, നീ നിന്റെ കൈ മുറിക്കരുതെന്നാണ് ഈ വാക്കിനർത്ഥം. മനസ്സിലായോ? ദിസ് നൈഫ് ഈസ് ഷാർപ്പ്, മൈൻഡ് യു ഡോണ്ട് കട്ട് യുവർ സെൽഫ്. നീ തന്നെത്താൻ മുറിക്കരുത്, കൈ മുറിക്കരുതെന്നാണ് ഈ വാക്കിനർത്ഥം. കുട്ടികളോടൊക്കെ പറയാവുന്ന ഒരു ഫ്രേസസ് ആണിത്, പഠിച്ചു വെക്കുക. മൈൻഡ് യു കം ഹോം ബിഫോർ 5:30. 5:30 മുമ്പ് വീട്ടിൽ വരാനുള്ള കാര്യം നീ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേറെ കാര്യമുണ്ട്. 5:30 നീ വീട്ടിൽ വരാൻ ശ്രദ്ധിക്കണം. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കുക, മനസ്സാണ് മൈൻഡ്, ശ്രദ്ധിക്കുകയാണ് മൈൻഡ്, സൂക്ഷിക്കുകയാണ് മൈൻഡ്. അപ്പം മനസ്സിലായല്ലോ? മൈൻഡ് മൈ വേർഡ്സ്, മൈൻഡ് മൈ വേർഡ്സ്. എന്നോടൊപ്പം പറയുക, ഈ വാക്കുകളൊക്കെ എന്നോടൊപ്പം പറയുക, മൈൻഡ് മൈ വേർഡ്സ്. അപ്പോൾ ഒപ്പം പറയുമ്പോഴേ നിങ്ങൾക്കിത് ഒരു ഫ്ലുവൻസി കിട്ടുകയുള്ളൂ. മൈൻഡ് മൈ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും, ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാൻ പറയുന്ന കാര്യമൊക്കെ ഇത് കേൾക്ക്. മൈൻഡ് മൈ വേർഡ്സ്. മൈൻഡ് യുവർ ഡാം ലുക്ക്, മൈൻഡ് യുവർ ഡാം ലുക്ക്. ആ വൃത്തികെട്ട ഒരു നോട്ടമുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേറ്റാൽ മതി. നിൻ്റെ ആ വൃത്തികെട്ടൊരു നോട്ടം ഉണ്ടല്ലോ, അതിങ്ങോട്ട് ഇറക്കണ്ട. ചില പെൺകുട്ടികളൊക്കെ ചിലപ്പം ഒരാളുടെ നോട്ടം ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ പറയാം. മനസ്സിലായോ? മൈൻഡ് യുവർ ഡാം ലുക്ക്. മനസ്സിലായോ? അത് പറയാം.
അതൊരു ഫ്രേസാണ്, ഇത് പഠിച്ചു വെക്കുക. മൈൻഡ് യുവർ ഫുട്വെയർ. മൈൻഡ് യുവർ ഫുട്വെയർ. ഇവിടെ ചെരുപ്പിനെ ശ്രദ്ധിക്കുക എന്നല്ല അർത്ഥം. മൈൻഡ് യുവർ ഫുട്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലെ ചവിട്ടരുതേ. ഇതാണ് ഫ്രേസസ്. ഉപയോഗിക്കുന്ന ശൈലി, ഫ്രേസസും ആക്സെൻറ്റും എന്താണെന്ന് ഞാൻ 1ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 1ാമത്തെ ക്ലാസ്സിൽ ഫ്രേസസും ആക്സെൻറ്റും എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇത്രയാണ്. ഈ ഒരു വാക്കിൻ്റെ അർത്ഥം മൈൻഡ് യുവർ ഫുട്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പിനെ നോക്കുക എന്നല്ല, എൻ്റെ കാല് ചവിട്ടരുന്നാണ് എൻ്റെ ഈ വാക്കിൻ്റെ അർത്ഥം. മൈൻഡ് ദ നൈഫ് ഇറ്റ്സ് ഷാർപ്പ്. ആ കത്തി സൂക്ഷിക്കണം, വളരെ മൂർച്ചയുള്ളതാണ് കേട്ടോ. ഇപ്പം മലയാളത്തിൽ വേണേ കത്തി സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മതി. മൈൻഡ് ദ നൈഫ് ഈസ് ഷാർപ്പ്. മനസ്സിലായോ? ഇത് കത്തി സൂക്ഷിക്കണം, മൂർച്ചയുണ്ട്. മൈൻഡ് ദ നൈഫ് ഇറ്റ്സ് ഷാർപ്പ്. ഇത് വളരെ മൂർച്ചയുള്ളതാണ്. മൈൻഡ് ദ നെയിൽസ്. ആണിയുണ്ട്, സൂക്ഷിക്കണം. മൈൻഡ് ദ നെയിൽസ്. ആണിയുണ്ട്, സൂക്ഷിക്കണം. മൈൻഡ് യുവർ ഡ്രസ്. നിൻ്റെ വസ്ത്രധാരണം നോക്ക്, ശ്രദ്ധിക്കുക. ഇത്തരം വസ്ത്രങ്ങളൊക്കെ ഇട്ടാണ് ഇവിടെ വരുന്നത്. മൈൻഡ് യുവർ ഡ്രസ്. അത് ഏതർത്ഥത്തിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് അർത്ഥം പിടുത്തം കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. വസ്ത്രധാരണം ഒരാളുടെ അവകാശമാണ്, സ്വന്തം സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നു വരില്ല. അപ്പോൾ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, മൈൻഡ് യുവർ ഡ്രസ്. ഇംഗ്ലീഷിൽ അതാണ് വാക്ക്. മലയാളത്തിലുള്ള ഒരുപാട് വാക്കുകളുണ്ട്, നീണ്ട ഒരു പ്രസംഗമൊക്കെ ഉണ്ട് അതേപറ്റി. മനസ്സിലായോ? ഞാൻ ആരാന്ന് നിനക്കറിയാമോ എന്നാണ് എൻ്റെ യഥാർത്ഥ അർത്ഥം. മൈൻഡ് ഹൂ യു ആർ ടോക്കിംഗ് ടു. ആരോടാണ് സംസാരിക്കുന്നത്, സൂക്ഷിച്ച് സംസാരിക്കൂ എന്നാണ് ആ വാക്കിനർത്ഥം. ഇതൊക്കെ വളരെ റൂഡായിട്ടും വളരെയധികം ദേഷ്യം വരുന്ന സമയത്തും മാനേഴ്സ് ഇല്ലാതെ ഉപയോഗിക്കാനുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മൾ പറയുന്നത് എങ്ങനെയാണല്ലോ, മൈൻഡ് സൂക്ഷിക്കണം. മൈൻഡ് ഹിസ് ഏജ് അറ്റ് ലീസ്റ്റ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം ഒന്ന് നിങ്ങൾ കണക്കിലെടുക്കേണ്ടായിരുന്നു. ഇപ്പം വൃദ്ധരായ ഒരാളെ നമ്മൾ അപമാനിച്ചു. മൈൻഡ് ഹിസ് ഏജ് അറ്റ് ലീസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പ്രായം കൂടി ഒന്ന് കണക്കിലെടുക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ ആൾ വന്നു, നമ്മളൊരു ബഹുമാനമില്ലാതെയാണ് അയാളെ അടുത്തിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പോയി നമ്മുടെ ഓഫീസിലുള്ള ഒരാൾ ചോദിക്കുകയാണ്, പുള്ളിയുടെ പ്രായത്തെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യട്ടെ, ഇത്ര പ്രായമുള്ള മുതിർന്ന വ്യക്തിയില്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നോ എന്നെങ്കിൽ മൈൻഡ് ഹിസ് ഏജ് അറ്റ് ലീസ്റ്റ്. അറ്റ് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്പം സ്വല്പം, അറ്റ് ലീസ്റ്റ്. മൈൻഡ് ദ ഫയർ. മൈൻഡ് ദ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ കൊണ്ട് സൂക്ഷിക്കണം. ഒന്നാമത്തെ അർത്ഥം. 2, ഗ്യാസ് അടുപ്പിലൊക്കെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, കെട്ടുപോകാതെ സൂക്ഷിക്കണം. മൈൻഡ് ദ ഫയർ. മനസ്സിലായോ? ഇനി തീ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അവിടെ ഉണ്ടെങ്കിലും മൈൻഡ് ദ ഫയർ. തീ വരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണേ. മൈൻഡ് ദ ഫയർ. അടുത്താണ് മൈൻഡ് ദ ചൈൽഡ്. മൈൻഡ് ദ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവത്തിൻ്റെ അർത്ഥം വളരെ വ്യത്യസ്തമാണ്. മൈൻഡ് ദ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന കുട്ടീനെ മുഖത്തോട്ട് നോക്ക്, അല്ലെങ്കിൽ ആ കുട്ടിയെ സൂക്ഷിക്കണം, ആ കുട്ടി ഉപദ്രവകാരിയാണ് എന്ന അർത്ഥമൊന്നുമല്ല. അപ്പോൾ അയലോക്കത്തുള്ള ചിലരൊക്കെ നമ്മുടെ അടുത്ത് കുഞ്ഞിനെ കൊണ്ട് ഏൽപ്പിക്കും. അവർക്ക് എവിടെയെങ്കിലും പോകണം, അത് തുണി ഇറക്കാറുണ്ട്, കുട്ടിയെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു കുട്ടികളെ കൊണ്ട് നമ്മുടെ കൈവശത്ത് ഏൽപ്പിക്കാറുണ്ട്. ആ വാക്കിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് മൈൻഡ് ദ ചൈൽഡ്. തൽക്കാലത്തേക്ക് ഈ കുഞ്ഞിനെ ഒന്ന് നോക്കണേ, എനിക്ക് കുറച്ച് അടുക്കളപ്പണിയുണ്ട്. അത് നമ്മൾ അയലോക്കത്തെ വീട്ടിലൊക്കെ പിള്ളേരെ കൊണ്ട് ഏൽപ്പിക്കുന്ന പരിപാടിയാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് മൈൻഡ് ദ ചൈൽഡ്. അപ്പം കുട്ടിയെ ഒന്ന് നോക്കണം, ആ വാക്കിനർത്ഥം. അല്ലാതെ അവിടെ അകന്നു നാറി നിൽക്കുന്ന കുട്ടിയെ നോക്കാനോ ആ നിൽക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുക എന്ന അർത്ഥത്തിലോ അല്ല ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സ് കാണുക എന്ന വാക്കുമല്ല. മൈൻഡ് ദ ചൈൽഡ്, കുട്ടിയെ ഒന്ന് നോക്കണം. നമ്മുടെ കയ്യിലേക്ക് കുട്ടിയെ തരികയാണ്, അല്ല നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കുട്ടിയെ നിർത്തുകയാണ്. മൈൻഡ് ദ ചൈൽഡ്, കുട്ടിയെ ഒന്ന് നോക്കണം. ഇപ്പം വരാം. മൈൻഡ് യുവർ ഹെഡ്. മൈൻഡ് യുവർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുട്ടും സൂക്ഷിക്കണം. എവിടെയെങ്കിലും കുനിഞ്ഞിറങ്ങണം, സ്റ്റെപ്പിനടി കയറണം, കട്ടിലിനടി കയറണം. ശരി, കട്ടളയൊക്കെ താന്നിരിക്കുന്ന ഒരു വാതിലിനടക്കൂടിയാണ് ചാടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഗുഹയിലേക്ക് കയറുകയാണ്. അപ്പം കുറച്ച് വിദ്യാർത്ഥികളൊക്കെ കൂടി ഒരു ഗുഹയിലേക്ക് കയറുകയാണ്. അപ്പം ചോദിക്കും മൈൻഡ് യുവർ ഹെഡ്, നിൻ്റെ തല മുട്ടാതെ സൂക്ഷിക്കണം. മൈൻഡ് യുവർ ഹെഡ്. മനസ്സിലായോ? തല മുട്ടരുത്, അല്ല തല ഇടിക്കരുത്, അതാണ് ആ വാക്കിനർത്ഥം. മൈൻഡ് യുവർ ഹെഡ്. മൈൻഡ് ദ ഡാർക്ക്നെസ്. മൈൻഡ് ദ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാണ് സൂക്ഷിക്കണമെന്നാണ്. അങ്ങോട്ട് പോകല്ല, രാത്രിയായി, ഇനി ശ്രദ്ധിച്ചു വേണ്ട യാത്ര ചെയ്യാന്നുള്ളതാണ് മൈൻഡ് ദ ഡാർക്ക്നെസ് എന്ന വാക്കിനർത്ഥം. അതിലൊരു ആഴമുള്ള ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം 2 പോലീസുകാരൊക്കെ അന്വേഷണത്തിനായിട്ട് ഒരു ടണൽ പോലുള്ളടത്തോട്ട് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇരുട്ടാണ്. മൈൻഡ് ദ ഡാർക്ക്നെസ്, വളരെ ഇരുട്ടാണ്, സൂക്ഷിക്കണം. വല്ല വിഷജീവികളും ഉണ്ടോ നമുക്കറിയില്ല.
അപ്പം അങ്ങനെയുള്ളത് മൈൻഡ് ദ ഡാർക്ക്നെസ്. അവർക്ക് തമ്മിൽ തമ്മിൽ പറയാനുള്ള വാക്കാണ് മൈൻഡ് ദ ഡാർക്ക്നെസ്. മൈൻഡ് ദ സ്റ്റെപ്സ് ദേ ആർ സ്ലിപ്പറി. അതായത് സ്റ്റെപ്പുകളൊന്ന് ശ്രദ്ധിക്കണം. നടകൾ മഴ കാരണം പായലൊക്കെ വന്ന് തെന്നിക്കിടക്കുകയാണ്. അപ്പോൾ തെന്നി വീഴരുത് എന്ന വാക്കാണ് മൈൻഡ് ദ സ്റ്റെപ്സ് ദേ ആർ സ്ലിപ്പറി. അവയൊക്കെ തെന്നിക്കിടക്കുകയാണ്, സൂക്ഷിച്ച് വേണം അതിന് മേളിൽ കൂടി നടക്കാൻ. അതിന് നമ്മുടെ മലയാളത്തിൽ നല്ല നീളമാണ് ഓരോ വാക്കിനും, ഇംഗ്ലീഷിൽ ചെറിയ ഷോർട്ട് വാക്കുകളേ ഉള്ളൂ. അതിലൂടെ തന്നെ അർത്ഥം മനസ്സിലാക്കാം. മൈൻഡ് ദ സ്റ്റെപ്സ് ദേ ആർ സ്ലിപ്പറി. മൈൻഡ് യുവർ ലാംഗ്വേജ്. നമ്മൾ ഈ വാക്ക് പലപ്പോഴും സിനിമകളിൽ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. വില്ലന്മാരൊക്കെ നായികയോട് എന്തെങ്കിലും സംസാരിക്കുകയോ അപമര്യാദയായിട്ട് വർത്താനം പറയുമ്പോൾ മൈൻഡ് യുവർ ലാംഗ്വേജ് എന്ന് പറയാറുണ്ട്. മൈൻഡ് യുവർ ലാംഗ്വേജ്. ഇപ്പോൾ ലാംഗ്വേജിന് അർത്ഥം ഭാഷ എന്നാണ്. മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വാക്കിലെ അർത്ഥത്തിൽ. നിൻ്റെ ഭാഷ സൂക്ഷിക്കണമെന്നല്ല, നീ ഉപയോഗിക്കുന്ന ഭാഷ കൊള്ളില്ല, അനാവശ്യം പറയരുത് എന്ന വാക്കാണ് അത്. മൈൻഡ് യുവർ ലാംഗ്വേജ്. മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന വാക്കാണ് അർത്ഥം മൈൻഡ് യുവർ ലാംഗ്വേജ്. അതേ വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് മൈൻഡ് യുവർ വേർഡ്സ്. മൈൻഡ് യുവർ വേർഡ്സ്, മര്യാദയ്ക്ക് സംസാരിക്കുക. മൈൻഡ് യുവർ വേർഡ്സ്. മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞാലും മൈൻഡ് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നാണ്. ഏതാണ് എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്നത് അതങ്ങോട്ട് ഉപയോഗിക്കാം. ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. അവനോട് പോയി പണി നോക്കാൻ പറ. ഇതാണ് വാക്കിനർത്ഥം. ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. അവനോട് പോയി പണി നോക്കാൻ പറ, അല്ലേ അവനോട് അവൻ്റെ പണി നോക്കാൻ പറ. ഇനി ഒരർത്ഥവും കൂടിയുണ്ട്. ഒരാൾക്ക് ഒരു പണിയും ശരിയാകുന്നില്ല, ബിസിനസ്സിൽ പരാജയമാണ്. ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. അവൻ്റെ ബിസിനസ്സിനെ ശ്രദ്ധിക്കൂ. കൊള്ളുകയില്ലെങ്കിൽ ആ പണി മാറ്റിയിട്ട് പുതിയ പണി ചെയ്യുക. ആ വാക്കിനും ദേഷ്യത്തിൽ പറയാനും എല്ലാം കൂടി ഒരൊറ്റ വാക്ക്. ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. അവനോട് പറയൂ, അദ്ദേഹത്തോട് പറയൂ. രണ്ടർത്ഥമുണ്ട്. അവനെന്നും വിളിക്കാം, അദ്ദേഹമെന്നും വിളിക്കാം. ബഹുമാനവും കൊടുക്കാം, ബഹുമാനം ഇല്ലാതെയും പറയാം. ഒറ്റ വാക്കേ ഉള്ളൂ. ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. അദ്ദേഹത്തോട് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാളിച്ചാണെങ്കിൽ വേറെ ബിസിനസ് ചെയ്യുക. ദേഷ്യത്തിലാണെങ്കിൽ ടെൽ ഹിം ടു മൈൻഡ് ഹിസ് ബിസിനസ്. അവനോട് അവൻ്റെ പണി നോക്കാൻ പറ. ഇതാണ് അർത്ഥം. എങ്ങനെ വേണേലും ഉപയോഗിക്കാം. ആ ടോണിലാണ് സാധനം ഇരിക്കണം. വാക്കുകൾ ഒന്നേ ഉള്ളൂ, ടോൺ. ടോൺ ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ അർത്ഥം മാറും. അടുത്താണ് മൈൻഡ് യുവർ ബിസിനസ്. എൻ്റെ കാര്യത്തിൽ കൈ കടത്തണ്ട, തൻ്റെ പണി നോക്കിയാൽ മതി. അത്രയും നീളമുള്ള മലയാളം വാക്കിന് ഒരൊറ്റ വാക്ക് മൈൻഡ് യുവർ ബിസിനസ്. പണി നോക്കണോ എന്ന വാക്ക് മൈൻഡ് യുവർ ബിസിനസ്. നിങ്ങളുടെ പണി നോക്ക്. ഇങ്ങനെ കുറേ അർത്ഥം, കുറേ അധികം വാക്കുകൾ. നിങ്ങളുടെ പണി നോക്ക്, എൻ്റെ കാര്യം ശ്രദ്ധിക്കണ്ട, തൻ്റെ കാര്യം ശ്രദ്ധിക്കുക, താൻ പോയി പണി നോക്ക്. ഇങ്ങനെയുള്ള വാക്കുകൾക്കെല്ലാം കൂടി ഉപയോഗിക്കാം മൈൻഡ് യുവർ ബിസിനസ്. ഒറ്റ വാക്കേ ഉള്ളൂ, മൈൻഡ് യുവർ ബിസിനസ്. നീട്ടി കുറുക്കി പറയണ്ട, മൈൻഡ് യുവർ ബിസിനസ്. ഒറ്റ വാക്കിൽ തീർന്നു, മൈൻഡ് യുവർ ബിസിനസ്. അപ്പോൾ മൈൻഡ് യുവർ ലാംഗ്വേജ്, മൈൻഡ് യുവർ വേർഡ്സ്, മൈൻഡ് യുവർ ബിസിനസ്. ഇതെല്ലാം ഒരു താക്കീതാണ്, ഒരു ദേഷ്യപ്പെട്ട് പറയേണ്ട വാക്കുകളാണ്. അപ്പോൾ ഇത്രയും വാക്കുകളാണ് മൈൻഡ് ഉപയോഗിച്ച് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വാക്കാണ് കീപ്പ്. കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കുക എന്നാണ് നിങ്ങൾ അറിയാൻ പറ്റും. കീപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കീപ്പ് ചെയ്ത് വെക്കുക, പിടിച്ചു വെക്കുക. കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കുക, എന്തെങ്കിലും ഒരു സാധനം സൂക്ഷിച്ച് വെക്കുക. ആദ്യത്തെ മൈൻഡ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം, അതൊന്ന് മൈൻഡ് ചെയ്ത് ശ്രദ്ധിച്ച് സൂക്ഷിക്കണം. അപകടമുണ്ട്, സൂക്ഷിക്കണമെന്നാണ് സൂക്ഷിക്കുകയാണെങ്കിൽ. കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു കൊണ്ട് രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെക്കും, അല്ലെങ്കിൽ ഒരു സാധനം നമ്മുടെ കൈവശത്തായി വെക്കുന്നു. പൈസ കീപ്പ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള സാധനം ഒരു രഹസ്യമായി സാധനം സൂക്ഷിച്ച് വെക്കുന്നതിനെ കീപ്പ് ചെയ്യുക എന്ന് പറയും. ഈ കീപ്പ് എന്ന് പറയുന്ന ഈ വാക്ക് പല അർത്ഥങ്ങളുമായിട്ട് വാക്കുകളായിട്ട് കൂട്ടി കഴിച്ചിട്ടുണ്ട്, അർത്ഥങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അത് നമുക്കിനി ഒന്ന് പഠിക്കാം. കീപ്പ് എ ബിറ്റ് എ ഫാർ. കീപ്പ് എ ബിറ്റ് എ ഫാർ. മനസ്സിലായി? കീപ്പ് എ ബിറ്റ് എ ഫാർ. എന്നോടൊപ്പം പറഞ്ഞു പഠിക്കുക. കീപ്പ് എ ബിറ്റ് എ ഫാർ. കുറേ കൂടി നീങ്ങി നിൽക്കൂ എന്നാണ് ആ വാക്കിനർത്ഥം. കീപ്പ് എ ബിറ്റ് എ ഫാർ. കീപ്പ് എ ബിറ്റ് എ ഫാർ. ആൾക്കാരും കൂട്ടം കൂടി കീപ്പ് എ ബിറ്റ് എ ഫാർ. ചോടി മാറി നിൽക്കുക. കീപ്പ് എ ബിറ്റ് എ ഫാർ. കീപ്പ് ഓഫ് ദ ലൈറ്റ്. കീപ്പ് ഓഫ് ദ ലൈറ്റ്. വെളിച്ചം മറയാതെ മാറിയുന്നേ, വെട്ടം മറയാതെ മാറിയുന്നേ. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, വെട്ടം മറയാതെ മാറി നിൽക്കൂ. കീപ്പ് ഓഫ് ദ ഡോർ. വാതിൽക്കിൽ നിന്ന് മാറി നിൽക്കുക. കീപ്പ് ഓഫ് ദ ഡോർ. വാതിൽക്കിൽ നിന്ന് മാറി നിൽക്കുക. ഇപ്പോൾ കടയിലൊക്കെ മുന്നിൽ വന്ന് ചിലർ തടസ്സമായിട്ട് നിൽക്കും, കടയുടെ ഡോർ അടച്ചേക്കും. കീപ്പ് ഓഫ് ദ ഡോർ. കീപ്പ് ഓഫ് ദ ഡോർ. മാറി നിൽക്കും, വാതിലിന് മുന്നിൽ മാറി നിൽക്കും. കീപ്പ് അവേ ഫ്രം മീ.
എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കൂ. ഡിസ്റ്റൻസ് വെക്കൂ. കീപ്പ് എവേ ഫ്രം മീ. വഴക്കൊക്കെ പിടിക്കുമ്പോഴാണ് ഇത് വരുന്നത്. കീപ്പ് എവേ ഫ്രം മീ. എനിക്ക് ഇനി കാണണ്ട, എൻ്റെ അടുത്തുനിന്ന് പൊക്കോ. കീപ്പ് എവേ ഫ്രം മീ. കീപ്പ് ഓഫ് മീ. എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കൂ. എൻ്റെ അടുത്തുനിന്ന്. ഇച്ചിരി അകന്ന് നിന്നേ. കീപ്പ് ഓഫ് മീ എന്നാണ് വാക്കിനർത്ഥം. കീപ്പ് ഓഫ് മീ. ഇനി വളരെ സ്നേഹത്തോടെ പറയുന്ന വാക്കുകളാണ്. കൂടി പറയുന്ന വാക്കുകളാണ്. കീപ്പ് ഉപയോഗിച്ച്. കീപ്പ് എ ബിറ്റ് ക്ലോസർ. ഇച്ചിരി അടുത്ത് നിൽക്കും. കീപ്പ് എ ബിറ്റ് ക്ലോസർ. ഇച്ചിരി അടുത്ത് നിൽക്കും. കീപ്പ് എ ബിറ്റ് ക്ലോസർ. ആദ്യം നമ്മൾ കീപ്പ് ഓഫ് ദ ലൈറ്റാണ് പറഞ്ഞ് വെട്ടം പറയാൻ നിൽക്കാൻ. അടുത്ത് വെട്ടത്തിനടുത്തേക്ക് നീങ്ങി നിൽക്കാൻ പറയാൻ പോവാണ്. കീപ്പ് ക്ലോസ് ടു ദ ലൈറ്റ്. കീപ്പ് ക്ലോസ് ടു ദ ലൈറ്റ്. ഈ ക്ലോസ് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള ആ ക്ലോസ് അല്ല പിടിപ്പിക്കുന്നത്. അല്പം കൂടെ നമ്മൾ പറയണം, അവനും ഞാനും ക്ലോസാണ്, ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ ക്ലോസ്, ഈ ക്ലോസ്. അപ്പോൾ കീപ്പ് ക്ലോസ് ടു ദ ലൈറ്റ്. വെളിച്ചത്തിനടുത്തേക്ക് നീങ്ങി നിൽക്കും. കീപ്പ് ക്ലോസ് ടു ദ ഫയർ. തീയുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കും. ഇപ്പോൾ ചൂടൊക്കെ കിട്ടണം, തണുത്ത് മരച്ചിരിക്കുകയാണ്. ഇപ്പം ചൂട് കിട്ടാനായിട്ട് ഇങ്ങനെ പോച്ചിട്ടിരിക്കുകയാണ്. അപ്പം കീപ്പ് ക്ലോസ് ടു ദ ലൈറ്റ്. കീപ്പ് ക്ലോസ് ടു ദ ഫയർ. തീയുടെ അടുത്തേക്ക് നീങ്ങിക്കും. ആദ്യം പറയും വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് നീക്കുക. കീപ്പ് ക്ലോസ് ടു ദ ലൈറ്റ്. കീപ്പ് ക്ലോസ് ടു ദ ഫയർ. തീയുടെ അടുത്തേക്ക് നീങ്ങിക്കും. കീപ്പ് ക്ലോസ് ടു ദ ഡോർ. വാതിലിനടുത്തേക്ക് ചേർന്ന് നിൽക്കൂ. കീപ്പ് ക്ലോസ് ടു ദ ഡോർ. മനസ്സിലായോ? കീപ്പ് ക്ലോസ് ടു ദ ഡോർ. കീപ്പ് ക്ലോസ് ടു മീ. എൻ്റെ അടുത്തേക്ക് നിൽക്കാൻ ശ്രമിക്കൂ. കീപ്പ് ക്ലോസ് ടു മീ. എൻ്റെ അടുത്തേക്ക് നിൽക്കൂ. കീപ്പ് ക്ലോസ് ടു ഹിം. അവൻ്റെ അടുത്തേക്ക് നിൽക്കുക. ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണമായിരിക്കും. അവൻ്റെ അടുത്തോട്ട് പോയി നിൽക്കുക. കീപ്പ് ക്ലോസ് ടു ഹിം. കീപ്പ് എ ബിറ്റ് ടു ദ റൈറ്റ്. ഒരല്പം വലത്തേക്ക് നീങ്ങിക്കും. കീപ്പ് എ ബിറ്റ് ടു ദ ലെഫ്റ്റ്. അല്പം ഇടത്തേക്ക് നീങ്ങിക്കും. കീപ്പ് ടു ദ റൈറ്റ്. വലത്തേക്ക് നീക്കും. കീപ്പ് ടു ദ റൈറ്റ്. ലെഫ്റ്റ്. കീപ്പ് ടു ദ ലെഫ്റ്റ്. ഇടത്തേക്ക് നീക്കുക. കീപ്പ് എ ബിറ്റ് എ സൈഡ്. ഒരല്പം സൈഡിലോട്ടൊന്ന് മാറണേ. കീപ്പ് എ ബിറ്റ് എ സൈഡ്. ഒരല്പം സൈഡിലേക്ക് മാറണേ. കീപ്പ് എ സൈഡ്. ഒരു വശത്തേക്ക് മാറിക്കേ. കീപ്പ് എ സൈഡ്. ഒരു വശത്തേക്ക് മാറി നിൽക്കൂ. കീപ്പ് ഫോർവേഡ്. മുമ്പോട്ട് പോകൂ. കീപ്പ് ഫോർവേഡ്. കീപ്പ് എ ബിറ്റ് ഫോർവേഡ്. ഒരല്പം കൂടി മുമ്പോട്ട് പോകും. കീപ്പ് എ ബിറ്റ് ഫോർവേഡ്. അല്പം കൂടി മുമ്പോട്ട് പോകും. കീപ്പ് ബാക്ക്. പുറകോട്ട് മാറൂ. കീപ്പ് ബാക്ക്. കീപ്പ് എ ബിറ്റ് ബാക്ക്. അല്പം കൂടി പുറകോട്ട് മാറൂ. കീപ്പ് എ ബിറ്റ് ബാക്ക്. ബിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്പമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്പമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് എന്തെങ്കിലും അളവുകൾ ഉദ്ദേശിക്കുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കുന്നത്. അല്ലാത്തൊരു ബിറ്റാണ് ഉപയോഗിക്കുന്നത്. ഐ സ്പീക്ക് ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്പം ഇംഗ്ലീഷ് അറിയാമെന്നുള്ള വാക്ക്. അപ്പോൾ ആ വാക്കിനോടൊപ്പം തന്നെ ഈ ബിറ്റുകളുടെ അർത്ഥവും അതുതന്നെയാണെന്ന് അല്പ കഷ്ണം, ശകലം, ലേശം കൂടി, സ്വല്പം കൂടി എന്ന വാക്കുകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. കീപ്പ് ഔട്ട്. പുറത്തിറങ്ങി നിൽക്കും. റൂമിൽ നിന്ന് കീപ്പ് ഔട്ട്. പുറത്തിറങ്ങി നിൽക്കൂ. കീപ്പ് ഔട്ട്. പുറത്തിറങ്ങി നിൽക്കൂ. കീപ്പ് ഔട്ട് ഫോർ 5 minutes. കീപ്പ് ഔട്ട് ഫോർ 5 minutes. 5 മിനിറ്റത്തേക്ക് പുറത്തിറങ്ങിക്കൂ. പനിഷ്മെൻ്റാണ്. ക്ലാസ്സിലൊക്കെ ഉറക്കെ സംസാരിച്ചു. പനിഷ്മെൻ്റാണ്. കുട്ടിയോട് പറയാണ്, സാറ് പറയാണ്. കീപ്പ് ഔട്ട് ഫോർ 5 minutes. 5 മിനിറ്റ് പുറത്തിറങ്ങി നിൽക്കടാ. കീപ്പ് ഔട്ട് ഓഫ് ദ ബസ്. ബസ്സിൽ പോകുന്ന ആൾ വഴി തെറ്റി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജംഗ്ഷനിൽ നിന്ന് ഒരാൾ കണ്ടു ബസ്സിൽ ഇരിക്കണത്. അവരെ ഫോൺ ചെയ്ത് വെച്ച് പറയാണ്, കീപ്പ് ഔട്ട് ഓഫ് ദ ബസ്. വേഗം ബസ്സിൽ നിന്ന് ചാടിക്കോ, ഞാൻ കണ്ടു നീ സ്റ്റോപ്പ് മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കീപ്പ് ഔട്ട് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് വേഗം താഴെ ഇറങ്ങും. വേഗം ഇറങ്ങും. കീപ്പ് ഔട്ട് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് സ്റ്റോപ്പിലേക്ക് ഇറങ്ങും. അടുത്തായിട്ട് കീപ്പ് ഇൻ. അകത്തേക്ക് കയറി നിൽക്കും. അകത്ത് കയറി നിൽക്കും. അപ്പം മഴയൊക്കെ പെയ്യാണ്. കടയുടെ വാതിക്കൊക്കെ ആൾക്കാർ നിൽക്കുകയാണ്. ഇച്ചിരി അകത്തോട്ട് കയറി. കീപ്പ് ഇൻ. അകത്തേക്ക് കയറി നിൽക്കും. കീപ്പ് ഇൻ ദ റൂം. മുറിയിലേക്ക് കയറി നിൽക്കും. കീപ്പ് ഇൻ ദ റൂം. മുറിയിലേക്ക് കയറി നിൽക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു കീപ്പ് എന്ന വാക്ക് ഉപയോഗിച്ച് എത്ര വാക്കുകളാണ് നമ്മൾ ഇതിനോടകം പഠിച്ചത്. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മൈൻഡ്, അതും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തേലും നമ്മൾ വാക്കുകളും അർത്ഥങ്ങളും ഇവിടെ പഠിച്ചു. മനസ്സിലാക്കാം. ഇതാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. വാക്കുകളുടെ ഒരു ഘടന അങ്ങനെയല്ല. നമ്മൾ വളരെയധികം ഒരുപാട് വ്യത്യാസമുണ്ട്. വാക്കുകൾ മാറ്റി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അടുത്താണ് ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ. അതായത് എത്ര പഠിച്ചിട്ടും തലയിൽ കയറാത്ത, എത്ര പഠിച്ചിട്ടും മനസ്സിലാവാത്തതായ ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാ ആളുകളുടെ മുമ്പിൽ വായും പുറത്ത് നിൽക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളിയുടെ പേരാണ് V1
V2 V3. കൊച്ചു ക്ലാസ് തൊട്ടേ ഇതൊരു പേടി സ്വപ്നമാണ്. എംബോസിഷൻ കിട്ടുകയും 100 തവണ കാണാപ്പാടം ടീച്ചറിനെ പറഞ്ഞേൽപ്പിക്കാൻ വേണ്ടി വരുന്ന, പരീക്ഷയിൽ 10 തവണ എഴുതേണ്ടി വരുന്ന ഒരു സാധനം. V1 V2 V3. ഇതെന്തിനാണ്? എന്താണെന്നറിയാമോ? അത് സ്പോക്കൺ ഇംഗ്ലീഷിലെ ഒഴിച്ചുകൂടാനാകാത്തൊരു സംഭവമാണ്. ക്ലാസ്സിൽ ഇതെന്തിനു പഠിപ്പിക്കുന്നു, എന്താവശ്യമാണിതെന്ന് നമുക്കറിയില്ല. കുറച്ച് ഗ്രാമറും തരും, ഇതെന്തിനാണെന്നും അറിയത്തില്ല. ഇംഗ്ലീഷ് പല കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് V1 V2 V3. ഇതിൻ്റെ മലയാളം അറിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് ചെയ്യുക എന്ന പ്രവൃത്തി എടുക്കാം. ഒരാളോട് പറയുകയാണ്, ചെയ്യുക, ചെയ്തു, ചെയ്തിട്ടുണ്ട്. ചെയ്യൂ, ചെയ്തു, ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ചെയ്തു, ചെയ്തിട്ടുണ്ട്. ഇതാണ് V1 V2 V3. തിന്നു, തിന്നിട്ടുണ്ട്, തിന്നുക. കഴിച്ചു, കഴിച്ചിട്ടുണ്ട്, കഴിക്കുക. ഇതൊക്കെയാണ് V1 V2 V3. ജംപ് എന്ന വാക്ക് ഉപയോഗിച്ചു, ജമ്പഡ് എന്ന അവസാനം ഉപയോഗിച്ചു, ചാടിക്കഴിഞ്ഞു, ചാടി കഴിഞ്ഞു. ഇതാണ് സംഭവം. അപ്പം നമുക്കിതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫോം പഠിക്കാം. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. എക്സാമ്പിളിനോടൊപ്പം പഠിച്ചു കഴിഞ്ഞാൽ V1 V2 V3 വളരെ സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ അവസാനത്തെ ഫോം ഉപയോഗിക്കാം, അതായത് ഏറ്റവും ഫൈനലായ ഫോം V3 ഫോം. അതും നമുക്ക് ഉപയോഗിക്കാൻ പോകുന്നത് മൈറ്റ് ഹാവ് എന്നൊരു വാക്കിനോട് കൂടിയാണ് ഉപയോഗിക്കുന്നത്. മൈറ്റ് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നു കാണുമെന്നാണ് അർത്ഥം. അപ്പം മൈറ്റ് ഹാവ് ഉപയോഗിച്ച് നമുക്ക് ഈ V3 മാത്രം ഉപയോഗിച്ച് നമുക്ക് പോകാം. V3യിൽ എല്ലാ വാക്കുകളും വരുന്ന ഒന്നുകിൽ ഈ വാക്കുകളാണ്. ഇപ്പം ഡു ആണെങ്കിൽ ഡു, ഡിഡ്, ഡണ്ണ്. ചെയ്യുക, ചെയ്തു, ചെയ്തിട്ടുണ്ട്. ഡൺ, ചെയ്തിട്ടുണ്ട്. മൈറ്റ് ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കാണുമായിരിക്കും, ഒരു ഊഹം പറയാനാണ്. മൈറ്റ് ഹാവ് ഡൺ. അപ്പോൾ എല്ലാത്തിൻ്റെയും V3 ഫോം മൈറ്റ് ഹാവിനോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കാണുമായിരിക്കും, അല്ല ചെയ്തിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൈറ്റ് ഹാവ് ഗോൺ. മൈറ്റ് ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ പോയി കാണുമായിരിക്കും, ഒരു ഊഹമാണ്, പോയി കാണുമായിരിക്കും. ഹീ മൈറ്റ് ഹാവ് ഗോൺ, അദ്ദേഹം പോയി കാണുമായിരിക്കും, അല്ലെങ്കിൽ അവൻ പോയി കാണുമായിരിക്കും. ഹീ മൈറ്റ് നോട്ട് ഹാവ് ഗോൺ, അദ്ദേഹം പോയി കാണില്ലായിരിക്കും. നെഗറ്റീവ് ഫോം പറയാനും ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഹീ മൈറ്റ് നോട്ട് ഹാവ് ഗോൺ. അപ്പോൾ ഈ നോട്ട് ഹാവിന് മുമ്പ് ചേർക്കണം. ഷീ മൈറ്റ് നോട്ട് ഹാവ് ഗോട്ട് ദ ബസ്, അവൾക്ക് ബസ് കിട്ടിക്കാണില്ലായിരിക്കും, ദ എക്സാം മൈറ്റ് ഹാവ് ബിഗൺ, പരീക്ഷ തുടങ്ങിക്കാണുമായിരിക്കും. ദ എക്സാം മൈറ്റ് ഹാവ് ബിഗൺ, തുടങ്ങിക്കാണുമായിരിക്കും. ബിഗൺ എന്നുള്ളതിൻ്റെ ഏറ്റവും V3 ഫോം ബിഗൺ ആണെന്ന് ഓർക്കുക. ഹീ മൈറ്റ് ഹാവ് ഹാഡ് അസ്, നമ്മൾ പറഞ്ഞത് അദ്ദേഹം കേട്ട് കാണുമായിരിക്കും ആണ് വാക്കിനർത്ഥം. ഹീ മൈറ്റ് ഹാവ് ഹാഡ് അസ്. ഇറ്റ് മൈറ്റ് ഹാവ് റെയിൻഡ് ദെയർ, അവിടെ ചിലപ്പോൾ മഴ പെയ്ത് കാണുമായിരിക്കും. മൈ ഫാദർ മൈറ്റ് നോട്ട് ഹാവ് നോട്ടീസ്ഡ് ഇറ്റ്, എൻ്റെ പിതാവ് ചിലപ്പോൾ അത് ശ്രദ്ധിച്ച് കാണുകയില്ല. മനസ്സിലായി? മൈ ഫാദർ മൈറ്റ് നോട്ട് ഹാവ് നോട്ടീസ്ഡ് ഇറ്റ്, മനസ്സിലായി? അത് ചിലപ്പം ശ്രദ്ധിച്ച് കാണുകയില്ല. ഷീ മൈറ്റ് ഹാവ് സീൻ മീ ഗോയിങ് ദെയർ, മനസ്സിലായി? ഷീ മൈറ്റ് ഹാവ് സീൻ മീ ഗോയിങ് ദെയർ, ഞാൻ അവിടെ പോകുന്നത് ചിലപ്പോൾ അവൾ കണ്ടു കാണുമായിരിക്കും എന്നാണ് അർത്ഥം. എല്ലാം ഒരു ഊഹമാണ്, ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു ഊഹമാണ് ആണ് ഇതിനകത്തെ അർത്ഥം. മൈറ്റ് ഹീ ഹാവ് സീൻ അസ്, മനസ്സിലായി? അദ്ദേഹം ചിലപ്പോൾ നമ്മളെ കണ്ടു കാണുമായിരിക്കുമോ. മൈറ്റ് ഹീ ഹാവ് സീൻ അസ്, നമ്മളെ ചിലപ്പോൾ അദ്ദേഹം കണ്ടു കാണുമായിരിക്കുമോ. മൈറ്റ് ഷീ ഹാവ് ഗോട്ട് ദ ബസ്, അവൾക്ക് ബസ് കിട്ടിക്കാണുമായിരിക്കുമോ, ചോദ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് മൈറ്റ് നോട്ട് ഷീ ഹാവ് ഗോട്ട് ദ ബസ് എന്ന് പറഞ്ഞായിരുന്നു, മനസ്സിലായി? ഷീ മൈറ്റ് ഹാവ് നോട്ട് ഗോട്ട് ബസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒരു സെൻറ്റൻസ് പറഞ്ഞിരുന്നത്. ആ സെൻറ്റൻസാണ് അതിൻ്റെ ചോദ്യമാണ് ഇപ്പം വന്നിരിക്കുന്നത്. മൈറ്റ് ഷീ ഹാവ് ഗോട്ട് ദ ബസ്, നിങ്ങൾക്ക് ബസ് കിട്ടിക്കാണുമായിരിക്കുമോ. വാട്ട് ടൈം ഹീ മൈറ്റ് ഹാവ് ഗോൺ, എത്ര മണിക്കായിരിക്കും അദ്ദേഹം പോയത്.
പോയത്, എത്ര മണിക്കായിരിക്കും അദ്ദേഹം പോയിട്ടുണ്ടാവുക, ഇതാണ് അതിൻ്റെ അർത്ഥം. വാട്ട് ടൈം മൈറ്റ് ഹീ ഹാവ് ഗോൺ. അപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ മൈൻഡ് ഉപയോഗിച്ചുള്ള വാക്കുകൾ പഠിച്ചു, കീപ്പ് ഉപയോഗിച്ചുള്ള വാക്കുകൾ പഠിച്ചു, അതുപോലെ തന്നെ മൈറ്റ് ഉപയോഗിച്ചുള്ള വാക്കുകൾ പഠിച്ചു. ഇത്തരം വാക്കുകൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിട്ട് അതൊരു നോട്ട് ബുക്കിലേക്ക് പാർത്തി എഴുതുക. എഴുതിയെടുക്കുന്ന കൂടെ ഒപ്പം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന കൂടെ ഈ വീഡിയോ വെച്ച് പോസ് ചെയ്ത് കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ വാക്കുകൾ ഓർത്തിരിക്കാൻ പറ്റും. കാരണം ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നാക്കുകൾ കുരുങ്ങുക പതിവാണ്. കാരണം ഇത് നമ്മുടെ ഭാഷയല്ല. ഇംഗ്ലീഷിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥവ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കാനാണ് ഈ വാക്കുകൾ പഠിക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇത്തരം വാക്കുകൾ പല ഭാഗങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഈ അർത്ഥങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കേട്ടാലോ പറഞ്ഞു തന്നാലോ ഒന്നും മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിലൂടെ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി പഠിക്കുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, പറഞ്ഞ് ഫ്ലുവൻ്റ് ആക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നോടൊപ്പം പറയുക, വീഡിയോ 3-4 തവണ വെച്ച് കാണുക. അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് 1ാമത്തെ ക്ലാസ് തൊട്ട് ഇപ്പം ഞാൻ ഇവിടെ 6ാമത്തെ ക്ലാസ്സാണ് അപ്ലോഡ് ചെയ്യുന്നത്. 6ാമത്തെ ക്ലാസ് വരെ നിങ്ങൾ വെച്ച് കാണുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഡൂവിൻ്റെയും ഡെഫിൻ്റെയും കാര്യം ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ഡൂവിൻ്റെയും ഡെഫിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹീ ഡസ്, അവൻ ചെയ്തിട്ടുണ്ട്. ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. ഹീ ഡസ്, അവൻ ചെയ്യാറുണ്ട്. ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പോൾ അതും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഒരുപാട് വർത്തമാനകാലത്ത് എങ്ങനെ സംസാരിക്കാം, കഴിഞ്ഞു പോയ കാലത്ത് എങ്ങനെ സംസാരിക്കാം, വരാൻ പോകുന്ന ഭാവി കാലത്ത് എങ്ങനെ സംസാരിക്കാം, ഇവയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിപ്പോൾ കഴിഞ്ഞു പോയ കാലവുമല്ല ഭാവി കാലവുമല്ല, നടന്നിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സാധ്യത മാത്രമാണ് ഈ മൈറ്റ് ഉപയോഗിച്ച് പറയുന്നത്. ഒരു സാധ്യത, ഒരു പ്രവൃത്തി അവിടെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുഡ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കിനകത്ത് ഈ കഴിഞ്ഞിട്ടുണ്ടാകും, കഴിയുമായിരുന്നു എന്നും പറഞ്ഞിട്ടൊരു സംഭവം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതും മനസ്സിലാക്കാം. ഇത്തരം വാക്കുകളിലിട്ട് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വളരെ സുഗമമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതലായിട്ട് സംസാരിച്ച് പഠിക്കുകയാണെങ്കിൽ ഇതേ വാക്കുകളിൽ V3യുടെ ഫോമിൻ്റെ ബാക്കി വശം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഇംഗ്ലീഷിൻ്റെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പുതിയ വാക്കുകൾ നിർമ്മിച്ച് പോകാൻ പറ്റും. കുറേ ആവർത്തി വായിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അർത്ഥങ്ങൾ മനസ്സിലാവും. നമ്മളൊന്നുകൂടി ഇതേപ്പറ്റി പറയുകയാണ്. ഇന്ന് മൈൻഡ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുകയാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുകയാണ്. അത് നമ്മൾ പഠിച്ചു. അതുപോലെ കീപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വെക്കുകയാണ്. കീപ്പ് എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ഒളിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കീപ്പ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥം, അകത്തേക്ക് കയറി നിൽക്കാനും പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനും ഒക്കെ ആജ്ഞാവാക്യങ്ങൾ കൊടുക്കാനും സാധിക്കുമെന്നുള്ളതും നിങ്ങൾ ഇതിലൂടെ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്തായിട്ട് മൈറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റിൻ്റെ കൂടെ ഹാവ് കൂടി ചേർക്കണം. മൈറ്റ് കൂടി ഹാവ് കൂടി ചേർത്തിട്ട് V3 ഫോം കൂടി ഉപയോഗിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പം എങ്ങനെയാണ് പഠിക്കുന്നത്? ഡു, ഡിഡ്, ഡണ്ണ്. ഈ V1 V2 V3 പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവസാനത്തേത് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം കിട്ടുന്നത്. ഡണ്ണെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്, ഗോണെന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്. മനസ്സിലായി? അപ്പം ഡിഡെന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു എന്നാണ് അർത്ഥം. ഡണ്ണെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്യുക എന്ന അർത്ഥം നിങ്ങൾ പഠിച്ചാൽ മതി. ചെയ്യാറുണ്ടെന്ന് പറയുന്നത് അവനവൻ്റെ കാര്യത്തിലാണ്. മറ്റുള്ളവരുടെ കാര്യത്തിലെല്ലാം നിങ്ങൾ ചെയ്യുക, അവൻ ചെയ്യുക, അവർ ചെയ്യട്ടെ എന്ന അർത്ഥത്തിലോട്ട് പോകും. ഇപ്പോൾ ഡു, ഡിഡ്, ഡണ്ണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് V1 V2 V3. V1 എന്ന് പറയുന്നത് ഡു, V2 എന്ന് പറയുന്നത് ഡിഡ്, V3 എന്ന് പറയുന്നത് ഡണ്ണ്. ഇപ്പം ഡണ്ണെന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടെന്നുള്ള അർത്ഥം. അത് മൈറ്റ് ഹാവിനോട് കൂടി V3. അപ്പം മൈറ്റ് ഹാവ് ഗോൺ, പോയിട്ടുണ്ടായിരിക്കും, പോയി കാണുമായിരിക്കും. അപ്പം പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതും പോയി കാണുമായിരിക്കും എന്നുള്ളത് മലയാളത്തിൽ 2 വാക്കാണെങ്കിലും ഇംഗ്ലീഷ് ഒറ്റ വാക്കാണ്. അപ്പോൾ അതങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. വളരെയധികം ഉപകാരപ്രദമായി ഈ ക്ലാസ്സിന് ഞാൻ വിചാരിക്കുന്നു. GYB ഫാമിലി ബ്ലോഗിൻ്റെ ഭാഗത്തുനിന്നും കൂടുതൽ വീഡിയോകൾ ഇനിയും ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ സ്പോക്കൺ ഹിന്ദിയും ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു.